നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയും ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം. അതുപോലെയല്ല ഓസ്ട്രേലിയ പോലൊരു കൺട്രി. ഇവിടെ വന്ന് തെണ്ടിത്തരം കാണിച്ച് ഇവിടെ വന്ന് വലിയ ആളായി ചമഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഷൈനി എന്ന് പറയുന്ന സഹോദരിയും അതുപോലെ തന്നെ 2 മക്കളും അവര് രണ്ടുപേരെയും മരണത്തിലേക്ക് തള്ളി വിട്ടിട്ട് അതിനെ ഏറ്റവും കളി കളിച്ച് അവരെ ആ ഒരു സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചു എന്ന് പറയുന്ന ഫാദർ ജോബി ചിറയൽ. ഇയാളെ ഫാദർ എന്നൊന്നും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമില്ല, അതിന് അയാൾ അർഹനുമല്ല. അപ്പൊ അയാൾക്കെതിരെ എന്താണ് ഓസ്ട്രേലിയയിൽ ഇപ്പൊ നമുക്കറിയാം ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പെറ്റീഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു പെറ്റീഷനിൽ ഞാനും സൈൻ ചെയ്തായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഈ പെറ്റീഷനിൽ ഓൺലൈനായിട്ട് സൈൻ ചെയ്യാൻ പറ്റും. മാക്സിമം 5 മിനിറ്റ്സ് അത്ര പോലും എടുക്കത്തില്ല ഈ പെറ്റീഷനിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. നമ്മുടെ മാക്സിമം സപ്പോർട്ട് നമ്മൾ അറിയിക്കണം, എസ്പെഷ്യലി ഓസ്ട്രേലിയൻ മലയാളീസ്. അതിപ്പോ ഓസ്ട്രേലിയയിലുള്ള ആളുകൾ എന്നൊന്നുമില്ല, എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളാണെങ്കിലും നമുക്കിതിൽ സൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2200 സെക്കൻഡ്സുകൾക്കുള്ളിലാണ് ഇതിനകത്ത് സൈൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത്. അതായത് ഇത്രയ്ക്കും വലിയൊരു കുറ്റം ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ രക്ഷ നേടി, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ വന്ന് ഞാനിനി ഇവിടെയാണ് എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ടെങ്കിൽ ആള് മനസ്സിലാക്കണം. ഈ പെറ്റീഷൻ അഡ്രസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു ബിഷപ്പിനും അതുപോലെ തന്നെ വികാർ ജനറലിനുമാണ്. അപ്പോ നമുക്ക് ഉറപ്പായിട്ടും ഒരു ജസ്റ്റിസ് കിട്ടുന്നു തന്നെ പ്രതീക്ഷിക്കാം. വളരെ കൃത്യമായി ഈ പെറ്റീഷനിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഇയാള് ഇതിന്റെ പിന്നിൽ കളിച്ച കളികൾ എന്താണ്, എല്ലാം വളരെ കറക്റ്റായിട്ട് ഈ പെറ്റീഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വൃത്തികെട്ട ആളുകൾക്ക് മാക്സിമം പണിഷ്മെന്റ് നമ്മൾ വാങ്ങിക്കൊടുക്കണം. എന്ത് ചെയ്താലും ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇതുപോലെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ കയറി പോയി എന്നെ ഇനി പിടിക്കാൻ പറ്റില്ല എന്നുള്ള തെറ്റിദ്ധാരണയുള്ള ഇവനെ പോലെയുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഞാനിന്ന് കുറേ ഓഡിയോസ് കേട്ടു. ഓരോന്നും കേൾക്കുമ്പോഴും എന്താ പറയാ, നമുക്ക് കണ്ണ് നനയാതെ കരയാത്ത ഒരു വ്യക്തികൾ പോലും ഉണ്ടാവില്ല. അത്രയ്ക്കും വിഷമം തോന്നും. ഈ അമ്മയുടെയും ഈ മക്കളുടെയും അവസ്ഥകള് ആ നാട്ടുകാർ വിവരിക്കുന്നത് കേൾക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എനിക്ക് പറയാൻ അഡ്രസ് ഉണ്ട്. അവിടെ ജാതിയില്ല, മതയില്ല, വർഗമൊന്നുമില്ല. അവര് പാവം ഒറ്റയ്ക്ക് വന്ന് താമസിക്കുമായിരുന്നു. അവരെ സഹായിക്കാൻ ആരുമില്ല. സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടതാ, പീഡിപ്പിച്ചു വിട്ടതാണ് ഇവിടുന്ന്. അവരോട് താമസിച്ചു. അവരുടെ കുടുംബത്തിന് വിഷയമുണ്ടായിരുന്നു. ഞാൻ ആൾമാത്രം പറയുകയാണ്, പറയുന്നത്. ഇവരുടെ വീട്ടിൽ 11 വിഷയം ഉണ്ടായിരുന്നു, 11 മാസം വിഷയം ഉണ്ടായിരുന്നു. ഞാൻ പറയുകയാണ്, എങ്കിലും ഇവരാരും അവരുടെ വിഷമങ്ങൾ പറഞ്ഞില്ല. അവര് ആത്മാർത്ഥമായി സ്വന്തം ജോലിക്ക് വേണ്ടി അവർ പോയി, കാരിത്താസിൽ പോയി, മാതായി പോയി, പല ആശുപത്രിയിൽ പോയി. പക്ഷെ മുകളിൽ നോട്ട് വന്നു, ഒരച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീക്ക് എങ്ങും ജോലി കൊടുക്കലെന്ന്. ആ പറയുന്ന അച്ഛനാണ് ഈ പറയുന്ന ബോബി ചിറയില്. ഓസ്ട്രേലിയയില് ഇപ്പൊ അടുത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്റെ ഇൻഫർമേഷൻ. ഞാൻ ആളുടെ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ കൃത്യമായി മനസ്സിലായത് ഈ ഫെബ്രുവരി മാസത്തില്, അതായത് ഈ ഫെബ്രുവരി മാർച്ചാണ്, ഫെബ്രുവരി മാസത്തിൽ ലാൻഡ് അടിച്ചു എന്നാണ് എന്റെ ഒരു അറിവ്. അന്ന് പോണേ മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ, ആർക്ക് വേണമെങ്കിലും പെറ്റീഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഓൺലൈനിൽ. അപ്പം എത്രമാത്രം കൂടുതൽ കംപ്ലൈൻസ് ചെല്ലുന്നോ അത്രമാത്രം നല്ല പണി അച്ഛന് കിട്ടും. നമ്മുടെ നാട്ടിലെ ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല, പണി കിട്ടും എന്ന് പറഞ്ഞാൽ പണി കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരാൾ സുഖിച്ച് മറ്റുള്ളവരുടെ ജീവനൊക്കെ എടുത്തിട്ട് ഇവിടെ കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ഇവിടെ ഇരുത്തത്തില്ല, അത്രേ തന്നെയുള്ളൂ. 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാൺകുഞ്ഞ് ഇവിടെ, നിഷ്കളങ്കമായ മാലാ കുഞ്ഞുങ്ങള്. പക്ഷെ ഞങ്ങള് നാട്ടുകാർക്കൊരു പരിധിയുണ്ട്. ഞങ്ങൾക്ക് അവിടെ ജാതിയില്ല, മതമില്ല, വർഗ്ഗമൊന്നുമില്ല. ക്രിസ്ത്യാനും ഹിന്ദു മുസ്ലിം ഒരുമിച്ച് ജീവിക്കുന്നതാണ്. ക്രാനക്കാരനോ RC എന്നോ റോമകത്തിനോ ചെറുപ്പുഴ ആശ്രമം എന്ന് പറയുന്നത് അവിടെ പള്ളി പൊക്കൊണ്ടിരുന്നത്. കപ്പൂച്ചിൻ ആശ്രമമാണ് അവിടെ പൊക്കൊണ്ടിരുന്നത്. പക്ഷെ അവര് നല്ല 10 സ്ത്രീകളായിരുന്നു. പക്ഷെ ഈ സംഭവത്തിൽ വേറെ കാര്യമാണ്, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഈ മരണത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് നാട്ടുകാർക്ക്. ക്രാനക്കാരനോ കത്തോലിക്ക വിഷയമൊന്നുമില്ല. പക്ഷെ അച്ഛന്മാരെ നമുക്കറിയാം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ദൈവം അവരതങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, ആ മക്കളെങ്കിലും മരിക്കാതിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കാത്ത എത്ര പേരുണ്ട്. എല്ലാവർക്കും വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവര് പെട്ടെന്ന് ഒരു ദിവസം നേരം വെളുത്തപ്പോ പോയി അവർക്ക് അങ്ങനെ തോന്നിയിട്ട് ചെയ്തതല്ല. അത്രമാത്രം സഹിച്ചിട്ട് ഇവനെപ്പോലെയുള്ള കള്ള അച്ഛന്മാര് ഇതുപോലെ സമൂഹത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടക്കും, ഇതിന് മേലെയും നടക്കും. കാരണം അത്രമാത്രം അവരെ ദ്രോഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നും അവര് 3 പേരും കുഞ്ഞ കുട്ടികളൊന്നുമല്ല, മൊക്കത്ത് കൊടുത്തുകൊണ്ട് വെച്ച് പോയി ട്രെയിനിന് മുന്നിൽ ചാടിയതല്ല. വലുതായ 10-11 വയസ്സുള്ള കുട്ടികള് അത് ചെയ്യണമെങ്കിൽ അവർ അത്രമാത്രം അവരുടെ ലൈഫിൽ ഇവന്മാരെ കൊണ്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകള് ഈ പെറ്റീഷന്റെ ഈ സൈറ്റ് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിൽ എത്തിക്കുക. ഇവനെയൊക്കെ ഉണ്ടല്ല നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഇവനൊക്കെ അനുഭവിക്കണം. മരിച്ചുപോയിട്ടും ആ മരിച്ചു
മരിച്ചുപോയ അവരുടെ ആ ബോഡിയോട് പോലും ഒരു റെസ്പെക്ട് കാണിക്കാതെ അതിനുവേണ്ടി പോലും കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി അങ്ങരുടെ ഇടവകയിൽ തന്നെ കൊണ്ടുപോയി അടക്കണം എന്നുള്ള അവരുടെ വാശി തുടങ്ങി. അപ്പൊ മരിച്ച അവരോട് ഇവർ കാണിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ എന്ത് കാണിച്ചു നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇടവക്കാരൻ കാശ് കൊടുത്ത് ഇതെല്ലാം പണ്ടിട്ട് പിന്നെ അവന് വീണ്ടും പൈസ. ആലപ്പുഴ എൻ്റെ ഒരു സഹോദരൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദർ വന്നിരിച്ചു. അവിടെ 5 ലക്ഷം രൂപയാണ്. എവിടെയാണെന്നറിയോ? കളറോട് കൈതവന പള്ളിയിൽ ചങ്ങനാശ്ശേരി രൂപ. ഇത് കോട്ടയം രൂപക്കാരെ വല്ലതും എന്തെങ്കിലുമൊക്കെ സഹായിക്കും. എന്നാൽ വടക്കമ്പാവിൽ ഒന്നും ചെയ്യത്തില്ല. എല്ലാം ഈ പിരിവ് മാത്രം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ സർക്കാരിലോട്ട് ദേവസ്വം ബോർഡ് പോലെ ആക്കി അതിനൊക്കെ വരുമാനം കുറച്ചാൽ ഇതിനൊക്കെ മര്യാദയ്ക്ക് ഒതുങ്ങും. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല വാഹനം, പിന്നെ വിദേശ യാത്രകൾ എല്ലാം ഇവർ നല്ലപോലെ സൂഹിക്കുകയാണ്. അതോടൊപ്പം ഇടവക്കാരൻ ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തവൻ ആരെങ്കിലും ഇവർ അന്വേഷിക്കുന്നുണ്ടോ? ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? അന്വേഷണത്തിന് ഇവര് സൗന്ദര്യവും നോക്കി പണവും നോക്കി പോകുന്നതാണ് കന്യാസ്ത്രീമാരും അച്ഛന്മാരും. അതുകൊണ്ട് ഈ കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിവാനായിട്ടാണ് ഞാൻ പറയുന്നത്. പാവപ്പെട്ട ജനങ്ങളെ അറിയുന്ന മുഖ്യമന്ത്രിയായിരിക്കണം, സഭാ നേതാക്കന്മാരായിരിക്കണം. എന്നാലേ ഈ ലോകം മുന്നോട്ട് പോകുകയുള്ളൂ. പോലീസുകാര് ഇത്രയും 100 കണക്കിന് പോലീസുകാര് റെയിലടിയിൽ ചാടി മരിച്ച ആ കുടുംബത്തിന് വേണ്ടി ഇത്രയും പോലീസുകാരെ നിയോഗിക്കേണ്ട കാര്യം എന്താണ്? അത് ആര് വിളിച്ചു പറഞ്ഞു? അതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്നലെ അവിടെ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ ഈ അച്ഛന്റെ വീട്ടുകാരെ എന്തായാലും സംരക്ഷണം കൊടുക്കണ്ടേ? അവരെ ഒരു മേത്ത് ഒരാൾ പോലും ടച്ച് ചെയ്യാതെ നോക്കണ്ടേ? കാരണം അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കേരള പോലീസിന് ഇപ്പോഴത്തെ ജോലി. കാശുള്ളവനെ സംരക്ഷിക്കുക. ആ ഒരു നിലയിലാണ് ഇന്നലെ നമ്മൾ പള്ളിയുടെ അവിടെ കാണുമ്പോൾ ഒരു ഫ്യൂണറൽ സെറിമണി തന്നെയാണ് നടക്കുന്നത്. വേറെ വല്ല പരിപാടിയാണെന്ന് തോന്നി. അതുമാത്രം പോലീസുകാരെ വിന്യസിപ്പിച്ചേക്കാം. ഇതിനൊക്കെ പിറകില് നന്നായി ഇൻഫ്ലുവൻസ് ചെയ്ത് ആളുകൾ വിളിച്ചു പറഞ്ഞ് അതാണ് പറഞ്ഞത്, കാശുള്ളവൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ആ ഒരു സ്ഥിതിയൊന്നും എൻ്റെ പൊന്ന് മിസ്റ്റർ ബോബെ ചറയൽ ഫാദറെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് പണി കിട്ടും, കൃത്യമായ പണി കിട്ടും. നിങ്ങൾ ഓസ്ട്രേലിയയിലാണെന്ന് വിചാരിച്ച് ഇവിടെ അങ്ങനെ വലിയ സുഖിച്ചിരിക്കാന്ന് വിചാരിക്കണ്ട. നല്ല പണി കിട്ടും എന്ന് പറഞ്ഞാൽ നല്ല പണി കിട്ടും. ഞാനിവിടെ ന്യൂസുകളും കാര്യങ്ങളും വന്നതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം, വീഡിയോയുടെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. അപ്പം മാക്സിമം ആളുകൾ ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത പെറ്റീഷനിൽ നിയർലി 2200 എബോ ആളുകൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. ആർക്ക് വേണമെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് പെറ്റീഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ മാക്സിമം നമ്മൾ ഇത് അതോറിറ്റീസിൻ്റെ അടുത്ത് എത്തിക്കണം. ഈ ആൾ ഇവിടുന്ന് കെട്ടിക്കണം. നാട്ടിൽ ചെന്ന് ഇയാൾക്ക് പണി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ കാണിച്ചു കൂട്ടുന്ന ഓരോരുത്തന്മാരും, അതായത് ആ അമ്മയും മക്കളും അനുഭവിച്ചതിനെ കുറച്ചെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊരു അവരോട് ചെയ്യാവുന്ന ഒരു നന്മ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലെ? പ്രാർത്ഥിക്കാൻ പറ്റും. അല്ല ഇപ്പൊ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മരിച്ചു പോയി അവർക്ക് വേണ്ടി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോസിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യാത്ത എല്ലാവരും വേഗം തന്നെ സൈൻ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറച്ച് നിമിഷങ്ങൾ മാത്രം അതിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക അമ്മയ്ക്കും മക്കൾക്കും.